നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നാളത്തെ കഥയിൽ ബാലേന്ദ്രൻ ശിവനോടും രാജീവനോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ബാലേന്ദ്രൻ ഒരു കാര്യം തീരുമാനിച്ചു. വെറുതെ അങ്ങ് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ഈ 5-8 ലക്ഷം രൂപ വെറുതെ ഉണ്ടാകുന്നല്ലോ. ബായിജി ഇങ്ങോട്ടേക്ക് തിരികെ വരുവാണെങ്കിൽ ആ പൈസ താൻ അടച്ചോളാം, ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളും. അല്ലാതെ കൊല്ലപ്പള്ളി വീട്ടിലേക്കോ ഇനി അവൾ വേറെ ഫ്ലാറ്റ് എടുത്ത് അങ്ങോട്ടേക്കോ മാറുന്നെങ്കിൽ തനിക്ക് അടയ്ക്കേണ്ട കാര്യമില്ല. അത് തറപ്പിച്ചു പറഞ്ഞു. പറഞ്ഞാലും ന്യായമുണ്ട്. പക്ഷെ ഇതൊക്കെ അങ്ങോട്ട് ദഹിച്ചില്ല ശിവനും രാജുവിനും ഒക്കെ. എന്താ ബാലേന്ദ്ര നീ ഇങ്ങനെയൊക്കെ പറയണേ? ഒന്നും അല്ലേലും നിന്റെ ഭാര്യയല്ലേന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, എൻ്റെ ഭാര്യയാണെങ്കിൽ അവൾ ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു, അംഗീകരിക്കാം. ആ ബില്ല് അടയ്ക്കുന്നതിൽ ഞാൻ കാണിക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷെ അല്ലാത്ത പക്ഷം ഞാൻ അടയ്ക്കില്ല എന്ന് പറയണം. ഇപ്പോഴും എനിക്ക് അവളോടുള്ള രോഷവും അമർഷവും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് അടുത്ത് ഇങ്ങനെ തിളച്ച് പൊങ്ങുവാണ്. അവൾ ചെയ്ത ക്രൂരത അതെനിക്ക് പൊറുക്കാനും ക്ഷമിക്കാനും പറ്റുന്നൊന്നുമല്ല. പക്ഷേങ്കിൽ അവൾ ഇങ്ങോട്ടേക്ക് വന്ന് അനുസരണയോടുകൂടി എൻ്റെ അടുത്ത് നിൽക്കുവാണെങ്കിൽ അഹങ്കാരമൊക്കെ എടുത്തു കളയണം. അഹങ്കാരം തലയിലേറ്റി ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൾക്ക് ഞാൻ മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല. ഇല്ലാതെ എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് അവൾ എന്നോട് സംസാരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ തമ്മിലൊരു കുടുംബജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. കുടുംബജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഇപ്പം തന്നെ അവളുടെ അഹങ്കാരം എത്ര വണ്ണം വന്നു. ഒരിക്കലും അവൾ എന്നെ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. പിന്നെ അലീനെ ഇവിടെ നിന്ന് ഇറക്കി വിടാമെന്ന് നിങ്ങൾ ആരും മോഹിക്കുകയും വേണ്ട. ഒരിക്കലും അവളെ ഇവിടെ നിന്ന് ഞാൻ ഇറക്കി വിടാൻ പോകുന്നില്ല. അവളെ ഇറക്കി വിടാനായിട്ട് നിങ്ങളുടെ മനസ്സിലെ ചില ആഗ്രഹങ്ങളെ കാണും, അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശിവൻ പറഞ്ഞു, എന്തിനാടാ ബാല, അല്ല നീ നിന്റെ ഈ മനസ്സ് ശരീരമൊക്കെ ഇങ്ങനെ ഇത്ര മാത്രം തിളപ്പിച്ച് വെക്കണേ? അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിന്റെ കഴിവ് ആരോഗ്യമൊക്കെ നീ അവൾക്കെതിരെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒടുവിൽ നീ ഒന്നുമല്ലാതായി തീർന്നു പോവും. നിന്റെ ജീവിതം തകർന്നു പോവും. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മാർഗം അവളോട് ക്ഷമിച്ചുകൂടെന്ന് ചോദിച്ചു. ക്ഷമിക്കാം ശിവേട്ട, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ക്ഷമിക്കണമെങ്കിൽ അവളുടെ അഹങ്കാരം ആദ്യം കുറയണം. തെറ്റ് ചെയ്ത ഞാനല്ല, നിങ്ങളുടെ പെങ്ങളാണ്. അവൾ ആ തെറ്റു മറച്ചു വെക്കുക ചെയ്യുന്നത്. ഇന്ന് ഞാൻ അവളോട് ചോദിച്ചു, നീ എത്ര മക്കളെ പ്രസവിച്ചിട്ടുണ്ടെന്ന്. അവള് പറഞ്ഞു 3. അവൾ ആദ്യം പ്രസവിച്ച കഥ അങ്ങോട്ട് മനഃപൂർവ്വം തള്ളിക്കളഞ്ഞു. എന്നിട്ടോ എന്നെ കുറ്റപ്പെടുത്തുവാണ്. നിങ്ങൾക്കൊരു അവിഹിത സന്തതിയില്ലേ, അവൾ ആ വീട്ടിലില്ലേ എന്നൊക്കെ. പിന്നെ എനിക്ക് വേണമെങ്കിൽ അപ്പം പറയായിരുന്നു ശിവേട്ട, ഈ കിടക്കുന്ന കിടപ്പിലും അവളുടെ അഹങ്കാരത്തിന് യാതൊരു കുറവില്ല. അവള് പറഞ്ഞത് എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കട്ടെ. അങ്ങനെ ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ പോകുന്നവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ 5-8 ലക്ഷം രൂപ മുടക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ സമയവും അതുപോലെ എൻ്റെ അധ്വാനം കാര്യങ്ങളൊക്കെ അവൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട കാര്യമില്ല. നിങ്ങളായി നിങ്ങളുടെ പടായി. ഇനിയിപ്പം അവളുടെ പേരും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൈസയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാണെന്ന്. ഒരു കാര്യം ചെയ്യുക, ഈ ബില്ലെല്ലാം കൊണ്ട് അവളുടെ കൊടുക്കുക. അവളുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങളുണ്ടല്ലോ, അവൾ പൈസയൊക്കെ അടച്ചോളൂ എന്ന് പറയണം. ഈ കാര്യത്തിൽ നിങ്ങൾക്കൊരു പേടിയും വേണ്ട. ഇല്ലെങ്കിൽ അവളോട് പറ, ഞാൻ പറഞ്ഞ പോലെ തന്നെ പറ. ഒരു 500 രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതി തരാൻ പറ. അവൾ മര്യാദയ്ക്ക് നല്ല അന്തസ്സായിട്ട് അടങ്ങി ഒതുങ്ങി ഈ കുടുംബത്തിൽ ജീവിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഒടുവിൽ ശിവശങ്കരനും രാജീവനും ഒക്കെ ബാലേന്ദ്രന്റെ മുന്നിൽ തോറ്റു പോവാണ്. അവർക്കൊന്നും പറയാനില്ലാതായി. ഉത്തരം മുട്ടിപ്പോയി. അപ്പോഴേക്കും അലീന ജ്യൂസൊക്കെ എടുത്തുകൊണ്ടെന്ന് അവർക്ക് കൊടുക്കുകയാണ്. ബാലേന്ദ്രൻ പറഞ്ഞു, ജ്യൂസൊക്കെ കുടിക്കുക, എന്നിട്ട് നേരെ പെങ്ങളുടെ അടുത്തേക്ക് എന്ന് അവളെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ നോക്ക്. എന്നോട് ഇവിടെ വാക്ക് പോരടിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് രാജീവനും ശിവശങ്കരനും ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു, എന്തിയേ ബബിതയും രോഹിത്തും ഒക്കെ എന്തെന്ന് ചോദിച്ചു. മുറിയിലുണ്ടെന്ന് പറയണം. അതിനുശേഷം കൃഷ്ണമോള് പോയി ബബിതയൊക്കെ വിളിക്കുകയാണ്. ബബിത അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, എന്തായി? കൊല്ലപ്പള്ളി വീട്ടിലെ പൊറുതിയൊക്കെ അവസാനിപ്പിച്ചോ എന്ന് ചോദിച്ചു. ബബിതയൊന്നും മിണ്ടിയില്ല. എനിക്കത് അപ്പോഴേ അറിയായിരുന്നു ഇങ്ങനെയൊക്കെ ആവുണ്ടായിരുന്നുള്ളെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അവിടെയും പോയി കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ബബിതയുടെ മനസ്സിൽ അതൊന്നും ആയിരുന്നില്ല. എങ്ങാനും സത്യാവസ്ഥകളൊക്കെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഹരിശങ്കർ ആ വീഡിയോ എങ്ങാനും പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതം തീർന്ന് തന്നെ കൂട്ടിയാൽ മതി. എന്ത് ചെയ്യണമെന്ന് പോലും ബബിതയ്ക്ക് അറിയില്ല. ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, അതെ ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാൻ നോക്ക്. നിന്റെ അമ്മയുടെ താളത്തിനൊത്ത് നീയൊക്കെ തുള്ളാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഒരിക്കലും നിനക്കൊന്നും നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല ബബിതെ. ഇതാണ് നിന്റെ വീട്. അല്ലാതെ മറ്റുള്ള വീട്ടിൽ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ എത്ര കാലം ജീവിക്കാൻ പറ്റും? അതൊക്കെ മനസ്സിലാക്കാതെ പോയ നിങ്ങളാന്ന് പറയണേ. അപ്പോഴേക്കും അലീന എന്ത് ചെയ്തു? അലീന കുറച്ച് ജ്യൂസ് ഇരിപ്പുണ്ടായിരുന്നു. വന്നിട്ട് അവർക്ക് ഒന്നും കൊടുത്തില്ലോ. ജ്യൂസൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നു. പിന്നീട്
ബബിതയോട് പറഞ്ഞു ഇതാ ജ്യൂസ് കുടിക്കാനൊക്കെ പറയണം. ആ സമയത്ത് ബാലേന്ദ്രൻ എന്ത് ഫോണിനകത്തൊക്കെ നോക്കി ഇരിക്കുവാണ്. അപ്പോഴാണ് ബബിത പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അലീന പറഞ്ഞു കുടിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല, ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം ഞാൻ ഉണ്ടാക്കിയ ആഹാരങ്ങളൊക്കെ കഴിക്കേണ്ടതായിട്ട് വരും. കഴിക്കാതെയും കുടിക്കാതെയും പട്ടിണിക്ക് ഇരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ബബിത പറഞ്ഞു എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞേ. അലീന പറഞ്ഞു വേണ്ടാന്ന് വെച്ച് എത്ര ദിവസം ഇരിക്കുമെന്ന് ചോദിക്കണം. വേണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലെന്ന് ചോദിച്ചിട്ട് ഒറ്റ തട്ടായിരുന്നു ആ ജ്യൂസ് പാത്രത്തിൻ്റെ ആ ട്രേക്കിട്ട് ഒറ്റ തട്ട് തട്ടി. അതെല്ലാം കൂടെ തട്ടി താഴെ വീണ് പൊട്ടിച്ചേറി. ഇത് ബാലേന്ദ്രൻ കണ്ടു. കൃഷ്ണമോളും അങ്ങോട്ടേക്ക് ഓടി വന്നു. ബാലേന്ദ്രൻ ചാടി എഴുന്നേറ്റ് അങ്ങോട്ട് വന്നിട്ട് ബബിതയുടെ നേർക്ക് കൈ ഓങ്ങോണ്ട് അടിക്കാനായിട്ട്. അപ്പോഴേക്കും അലീന പറഞ്ഞ് വേണ്ടച്ചാന്ന് പറയണം. ദേ ഇപ്പം നീ ചെയ്ത ഈ പ്രവൃത്തിക്ക് നിന്റെ കാരണം തീർത്തൊന്ന് പൊട്ടിക്കുക ചെയ്യണ്ടേ. നിന്റെ അമ്മയുടെ പാത പിന്തുടരാനാണെങ്കിൽ ഇറങ്ങിക്കോണം ഇപ്പം ഈ നിമിഷം ഇവിടുന്ന്. പറഞ്ഞത് കേട്ടല്ലോ. നീ ആരാന്നാടി നിന്റെ വിചാരം? നീ ഇപ്പം ഈ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞുണ്ടല്ലോ. നിന്റെ വേലക്കാരിയൊന്നും അല്ല അലീന ഇവിടെ. ഇനി വേണമെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിച്ചോണം. അലീന എൻ്റെ മോളാ. അവൾക്ക് നിന്റെ അടുത്തേക്ക് ഇങ്ങനെ ജ്യൂസും പൊക്കി പിടിച്ചോണ്ട് വരേണ്ട ഒരു കാര്യമില്ല. അവൾ മര്യാദ വെച്ച ഒരു കാര്യങ്ങൾ ചെയ്തേ. അതില്ലാതാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ ബബിതേ, നീ വിവരം എന്താണെന്നറിയും. തന്നെ വെച്ചു വിളമ്പി ഉണ്ടായി കഴിക്കേണ്ടി വരും. ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ പറയുന്ന അനുസരിച്ച് നിന്നോണം. അല്ലാതെ നിന്റെ അമ്മയുടെയോ നിന്റെ അമ്മയുടെ ആങ്ങളമാരുടെ വാക്കുകൾ കേട്ടാൽ നീ ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നെങ്കിൽ നിനക്കിവിടെ നിന്ന് പിടിച്ചെടുപ്പുണ്ടാവില്ല. നിനക്ക് മാത്രമല്ല രോഹിത്തിനും. പറഞ്ഞ മനസ്സിലായല്ലോ. ഇത് കേട്ടപ്പോൾ ഭയ പറഞ്ഞു അത് പിന്നെ അച്ഛനാന്നുള്ള ബോധ്യം ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ വന്ന വഴി തന്നെ തിരിച്ചു പോയിക്കോണമെന്ന് പറഞ്ഞു. നിന്റെ അഹങ്കാരം, നീ ഇപ്പം ഈ കാണിച്ച് ശുദ്ധ തെമ്മാടിത്തരോ. ഇതിൻ്റെ വില എന്താ കാര്യങ്ങൾ എന്താന്ന് നിനക്കൊന്നും അറിയത്തില്ല. അലീനെ ഒരിക്കലും ഇവിടുത്തെ ജോലിക്കാരിയല്ല. അവൾ ഇതൊക്കെ ചെയ്തതെന്ന് ഓർത്തോട് തലേ കയറി നിരങ്ങാൻ നോക്കല്ല. അത് മാത്രമല്ല ഒരു കാര്യം പറഞ്ഞേക്കാം, ഇന്ന് മുതൽ അടുക്കള കയറി മര്യാദയ്ക്ക് ജോലി ചെയ്യാനായിട്ട് അലീനയോടൊപ്പം സഹായിച്ചണം. ഇല്ലെങ്കിൽ അറിയാലോ കഴിക്കാൻ നേരത്തെ കൈ കഴുകി വന്നിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോൾ ബബിതയ്ക്ക് നല്ല അടിയായി. ബബിത ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ഇവളെൻ്റെ മോളാ, ഇവളെ കൊണ്ട് അടുക്കള പണിയെടുപ്പിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നൊന്നും അല്ല. ആ ഒരു ചിന്ത നിനക്കൊക്കെ വേണമെന്ന് പറഞ്ഞു. നിന്റെയൊക്കെ കാര്യങ്ങൾ സ്വയമേ നീയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. വാടി കൊടുത്ത് അടി വാങ്ങിയെന്ന് പറഞ്ഞ് മട്ടിലായിപ്പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും. അങ്ങനെ ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭവിത ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറി പോവാണ്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും മണിശങ്കർ വന്നു. അപ്പം മണിശങ്കർ ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീനയോട് ഊണ് കഴിക്കാനൊക്കെ ആയിട്ട്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീനയോട് ഞാൻ മനുവേട്ടൻ വന്നോ? അല്ല അങ്കിളൊക്കെ വന്നെന്ന് ചോദിച്ചു. വന്നെന്ന് പറയണം. ദേ നീ പറഞ്ഞ കടയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നീ മീനൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അലീനി ഒന്ന് ചിരിച്ചു. അലീനിക്ക് അപ്പോഴേക്കും ചിരി വന്നു. എന്താ നീ ചിരിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറയണ. അങ്ങനെ അലീന അതൊക്കെ വാങ്ങി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ വന്നിട്ട് ചോദിച്ചു നീയോ? അല്ല എങ്ങനെയുണ്ട് അങ്ങളെ ഹോസ്പിറ്റൽ വിശേഷങ്ങളെന്നൊക്കെ ചോദിച്ചു. ഹോസ്പിറ്റലുകാരൊക്കെ നല്ല സുഖമായിട്ടിരിക്കുന്നു. അധികം വൈകാതെ ഡിസ്ചാർജ് ആവുമെന്ന് പറയാം. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ വരുന്നതെന്നൊന്നും അറിയില്ല എന്ന് പറയാം. മനുശങ്കർ പറഞ്ഞു കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ പിന്നെ ആൻറ്റീനെ വെറുതെ ഇരുത്തുമോ? ഇഷർണറ വരപ്പിക്കും. എൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അതേടാ ആൻറ്റി എന്തായാലും കുറെ പഠിക്കാനുണ്ട്. അത് പഠിച്ചാൽ ആൻറ്റിക്കൊരു സമാധാനം ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. ഈ സമയം കൃഷ്ണമോൾ അടുക്കളയിലേക്ക് ഇന്നു. എന്നിട്ട് പറഞ്ഞു കൊള്ളാലോ, മനുവേട്ടൻ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ചേച്ചി പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു അത് പിന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. കൊള്ളാലോ, അപ്പൊ ചേച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുവേട്ടൻ വാങ്ങിച്ചോണ്ട് വരുമൊക്കെ ചെയ്യല്ലേ. ഒന്ന് പോടി നീ എവിടെ നിന്നൊക്കെ പറയണേ. അങ്ങനെ അലീനെ പെട്ടെന്ന് കറികളൊക്കെ ഉണ്ടാക്കുകയാണ്. അതിനുശേഷം മനുശങ്കരൻ കൂടെ കഴിക്കാൻ വിളിച്ചു. മനുശങ്കറും ബാലേന്ദ്രനും കൃഷ്ണമോളും എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു അവർ സന്തോഷത്തോടെ ഇട്ടാണ് ആഹാരം കഴിക്കുന്നത്. അപ്പം അലീന രോഹിത്തിനും ബബിതയും വിളിച്ചു. അവർക്കിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ നിർബന്ധിക്കാനും പോയില്ല. ബാലേന്ദ്രൻ പറഞ്ഞു വേണ്ടാത്തവരൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. അലീനയും കൂടെ ഇരുത്തി അവരൊരുമിച്ചിരുന്നാ കഴിക്കണേ. അലീന അങ്ങനെ മാറ്റി നിർത്തിയില്ല. ബാലേന്ദ്രനെ നിർത്തേണ്ട കാര്യമില്ലല്ലോ. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അലീന മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് മനുശങ്കർ അങ്ങോട്ടേക്ക് വന്നു. മനുശങ്കർ എന്നിട്ട് ചോദിച്ചു ഇതിവിടെ എന്തെടുക്കുവാന്ന് ചോദിക്കണം. അല്ല ഇവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു. ആഹാ ഇപ്പം അകത്തെ പണി പോരഞ്ഞിട്ട് പുറത്തെ പണിയും കൂടെ നീ അങ്ങോട്ട് കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കണോ? അല്ലാതെ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതെൻ്റെ വീടല്ലേ എന്ന് ചോദിച്ചു. ആണോ? അല്ല മനുവേണ്ട ഇനി എന്നാ തിരിച്ചു പോണേന്ന് ചോദിച്ചു. 2 ദിവസം കൂടെ ലീവുണ്ട്. അല്ല പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ തോന്നിയതോ? അത് പിന്നെ എനിക്ക് ഒരാളെ കാണണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ആരെ കാണണമെന്നോ? പിന്നെ ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല എന്നൊക്കെ മനുഷ്യങ്ങൾ പറഞ്ഞപ്പോൾ അലീന പറഞ്ഞു ദേ മനുവേട്ടാ വേണ്ട കേട്ടോ, കുറച്ച് കൂടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്ത്? ഒന്നുമല്ലേലുവേ ഇപ്പം നീ എൻ്റെ മുറപ്പെണ്ണ, അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണ. പിന്നെ ദേ നീ ഇവിടുത്തെ
വീട്ടുകാരിയാണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ നിന്നെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നേ, നിന്നെ ഇഷ്ടപ്പെട്ടത്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയുടെ കണ്ണു നിറഞ്ഞു വന്നു. അപ്പോഴേക്കും മനുഷ്യങ്ങൾ പറഞ്ഞു, അയ്യോ ഞാൻ വെറുതെ തമാശ പറഞ്ഞ, അത് സീരിയസ് ആയിട്ട് എടുക്കുമൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. പിന്നീട് അലീന പറഞ്ഞു, മനുവേട്ടനെ അറിയാലോ, ഞാൻ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അറിയാലോ, ഒരിക്കലും ഈ പറയുന്ന എൻ്റെ അമ്മ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും കാര്യത്തിൽ അമ്മ എന്നെ അംഗീകരിക്കാനും പോകുന്നില്ല. ഒരു പക്ഷെ എന്തെങ്കിലും സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അമ്മയുടെ അവസ്ഥ എന്താവെന്ന് അറിയത്തില്ല. അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് മനുവേട്ട. എന്തിന് ടെൻഷൻ അടിക്കണം, എന്തിനാ? ഞങ്ങളൊക്കെ ഇല്ലേ, പോരാത്തന്നെ അങ്കിളും കൂടെയുണ്ട്. പിന്നെ നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അലീനയോട് പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും കൃഷ്ണമോൾ അങ്ങോട്ട് വന്നു. എന്താ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് ചോദിക്കുകയാണ്. ആ സമയം മനുഷ്യങ്കർ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഞങ്ങളൊന്ന് സംസാരിക്കാൻ പോലും നീ വിടില്ലെന്ന് ചോദിക്കുക. കൃഷ്ണമോൾ പറഞ്ഞു, വേണ്ട വേണ്ട, അതൊന്നും ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയെ ചേർത്ത് പിടിക്കുകയാണ്. ഈ സമയത്ത് വൈജ സകല പിടിയും വിട്ട് ഇങ്ങനെ ആകെപ്പാടെ നീര് പോഞ്ഞ് കിടക്കുവാണ്. ബാലേന്ദ്രൻ വന്നു പോയതിനു ശേഷം വൈജയ്ക്ക് ആപ്പാട് ടെൻഷനായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സിന് കൊടുക്കണം. അവളെ അവിടുന്ന് പറഞ്ഞു വിടാൻ തയ്യാറായിട്ടില്ല. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ബാലേന്ദ്രൻ എത്ര ധൈര്യത്തോട് കൂടിയിട്ട് അവളെ കയറ്റി അവിടെ പാർപ്പിച്ചിരിക്കുന്നത്. പോരാത്തന്നെ ബാലേന്ദ്രൻ്റെ ഒരു ചോദ്യം കൂടെ, താൻ എത്ര പ്രസവിച്ചിട്ടുണ്ടെന്ന്. ഇനി സത്യങ്ങൾ എന്തെങ്കിലും ബാലേന്ദ്രൻ അറിഞ്ഞു കാണുമോ? അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ ബാലേന്ദ്രൻ ഇങ്ങനൊന്നും അല്ല പ്രതികരിക്കുന്നത് എന്നൊരു ചിന്ത വൈജയുടെ മനസ്സിലുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേനുമാണ് ശിവശങ്കരനും രാജീവനും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വൈജയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാതിരുന്നിട്ട് കാര്യമില്ലോ. അവളുടെ അഹങ്കാരം വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി അവൾക്കൊരു ജീവിതം നല്ലത് ഉണ്ടാകാൻ പോകത്തില്ല. ഇത്തിരി താണ് കൊടുക്കണം, എങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ തെറ്റിരിക്കുന്ന വൈജയുടെ ഭാഗത്താണല്ലോ. അപ്പോൾ പിന്നെ താണ് കൊടുക്കേണ്ട സ്ഥാനത്ത് താന് കൊടുത്തല്ലേ മതിയുള്ളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.